ഹലോ, നമുക്കിന്ന് ഒരു ചക്കയ്ക്കകത്തുള്ള ഈ പൂഞ്ചെന്ന് പറയും. ഞങ്ങളെയൊക്കെ നാട്ടിൽ ചക്കയുടെ അകത്തുള്ള സാധനത്തിന് പൂഞ്ചെന്നാണ് പറയുന്നത്. അത് അരിഞ്ഞത്, ഒരു സവാളയും കൂടെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് എടുത്തത്, അതുകൊണ്ടുള്ള ഒരു തോരനാണ് ഇന്നുണ്ടാക്കുന്നത്. അതിലേക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ചു, കത്തിച്ചു കൊടുത്തു. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് അതിലേട്ടിട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ചക്കയുടെ പൂഞ്ചരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഇത്ര ഉപ്പ്, കുറച്ച് വേകാനായിട്ട് കുറച്ച് വെള്ളം മതി. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കുക. അത് കിടന്ന് ഒന്ന് വേവുന്നത് വരെ കാത്തു നിൽക്കണം. ആ സമയം നമുക്ക് ഇതിനുള്ള കൂട്ട് അരച്ചെടുക്കാം. അതിലേക്ക് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തു. കുറച്ച് തേങ്ങ, വലിയ ജീരകം, വെളുത്തുള്ളി, എരിവിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് കുരുമുളകാണ്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ടു, വലിയ ജീരകം ഇട്ടു. വലിയ ജീരകം എന്നും പെരുംജീരകം എന്നും പറയും. വെളുത്തുള്ളി, കുരുമുളക് അതും അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി, ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി. ഒരുപാട് അരയണ്ട.
അത് അരച്ചെടുത്തു. ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് വേവും. കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് വെച്ചാൽ മതി. ഇതൊക്കെ വേവുകയും ചെയ്യും. വെന്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായി ഇളക്കി യോജിപ്പിക്കണം. അങ്ങനെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഡിഷ് ചക്കപ്പൂഞ്ച് കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് നേരം അതിൽ കിടക്കട്ടെ. കുറച്ച് നേരം ഇങ്ങനെ, അപ്പോൾ അരപ്പൊക്കെ നല്ല വെന്ത് വരും. നമ്മൾ ചിലരൊക്കെ ഇത് ഉണ്ടാക്കുമായിരിക്കും, അറിയത്തില്ല. ചിലരൊക്കെ ഇത് ഉപയോഗിക്കാതെ കളയുകയാണ് ചെയ്യുന്നത്. ഇത് അരിഞ്ഞെടുക്കുന്ന പാട് കരുതി, നല്ല വിഷം ചേരാത്ത സാധനമാണ്. അരിഞ്ഞെടുക്കുന്ന പാട് കരുതി മിക്കുള്ളവരും ഇതെടുക്കത്തില്ല. പക്ഷെ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഉപ്പുണ്ടാകുന്ന നോക്കട്ടെ. നല്ല കുരുമുളകിൻ്റെ നല്ല രസമുണ്ട് കേട്ടോ. കുരുമുളകിൻ്റെ ടേസ്റ്റും ഉപ്പൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കണം. ഈ സാധനം കടയിൽ നിന്നൊന്നും വാങ്ങി, തോരത്തിനൊക്കെ വാങ്ങി നമ്മൾ എന്തിനാ വിഷം കഴിച്ച് വയറ് കേടാക്കുന്നേ. ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ ഒന്നും കൂടെ. അങ്ങനെ ചക്കപ്പൂഞ്ച് റെഡിയായി. ഓഫ് ചെയ്തു. ഇതാ ചക്കപ്പൂഞ്ച്. നല്ല നല്ല ടേസ്റ്റുള്ള സാധനമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.